ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമായിട്ടുള്ള ജടായുപ്പാറ കാണാനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കൊല്ലം ജില്ലയിൽ ചടയമംഗലം എന്ന സ്ഥലത്താണ് ഈ ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. 150ഓളം വിദേശ മലയാളികൾ ചേർന്ന് 100 കോടിക്ക് മേലെ ചിലവഴിച്ചിരിക്കുന്ന ഒരു നിർമ്മാണ പദ്ധതിയാണത്. 10 വർഷത്തോളം സമയമെടുത്തിട്ടാണ് നമ്മുടെ സംവിധായകനും ശില്പിയുമായിട്ടുള്ള രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിൽ ഈ ശില്പം ഇവിടെ ഒരുങ്ങിയത്. ലോകശ്രദ്ധയെ ആകർഷിച്ച വലിയൊരു പ്രൊജക്റ്റാണത്. ഓഫ് ഡേയ്സിലെ യാത്ര ആയതുകൊണ്ട് തന്നെ ചെല്ലുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. 295 രൂപ കേട്ടോ ഇവിടുത്തെ ചാർജ്. ഉള്ളിലേക്ക് ഇറങ്ങണമെങ്കിൽ ഫുൾ ഇൻസ്പെക്ഷനാണ്. തിരിച്ചറിഞ്ഞ പൈസ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ലൂക്കാച്ചിന് ഒരു ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. ലൂക്കാച്ചിൻ്റെ ഹൈറ്റ് പ്രശ്നം. അവിടെ ഒരു മാർക്ക് ഉണ്ട്. ആ മാർക്കിനനുസരിച്ചിട്ട് താഴെയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് വേണ്ട. പക്ഷെ ലൂക്കാച്ച അതിന് മേലെ പോയി. ഹൈറ്റാണ്. എടുക്കണം പറഞ്ഞു. ഇതിൻ്റെ തുടക്ക സമയത്ത് 2500 രൂപയായിരുന്നു ചാർജ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ അവിടുത്തെ പാർക്ക്, ഗെയിംസ്, ഉച്ചയ്ക്കുള്ള ഡിന്നർ അങ്ങനെ പലതും ഉൾപ്പെട്ടിരുന്നൊരു പാക്കേജ് ആയിരുന്നു അത്. ഇപ്പോൾ അതുപോലത്തെ പാക്കേജുകളില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ചെല്ലുന്നു, 250 രൂപ ടിക്കറ്റ് എടുക്കുന്നു. സിപ്പ് ലൈന് വേറെ ചാർജ് ഉണ്ട്. നടന്നു കയറാവുന്നവർക്ക് നടന്നു കയറാം. സിപ്പ് ലൈൻ ആണെങ്കിൽ അതിന് 350 രൂപ എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു പേയ്മെൻറ്റ് രീതി. പോള വണ്ടി വന്നിട്ടാ മാർക്ക് ചെയ്യാം. ഒരു ഗ്ലാസ് വെള്ളാണെങ്കിൽ അയ്യോ എന്റെ യൂട്യൂബറ് നമ്മൾ ജഡായി ജഡായി അത് അവരെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ട്. കാശ് പോയ ആൾക്കാര് നീയെ ഓടിപ്പിക്കുന്നേ ഞാനല്ലേ. ആ കൊച്ചുകാരെ കുടിക്ക് 1 ലക്ഷം രൂപ പറഞ്ഞത്. അത് നിനക്ക് കേറുന്നവർക്ക് എക്സൈറ്റ്മെന്റ് കൂടി കൂടെ വെച്ചിട്ട് ഒരാൾ ജഡായി കിടന്ന സ്ഥലം സൂപ്പർ അല്ല. ആനപ്പാറ പൊൻപരി മണലാൽ സുന്ദര വിരലാലൻ കഥ എഴുതിയതാരാണ്. വീട് സ്പീഡായിട്ടുണ്ട്. കടന്നരും ചിറക് വെട്ടി കളഞ്ഞൂടി.
ഇവിടേക്ക് ഇറങ്ങി നടന്നു കയറണ്ടത്. അല്ല ശരിക്കും നടന്നു കയറാൻ കാശില്ലല്ലേ ഇതിന്റെ കേറാനായിട്ട്? അപ്പൊ ഇതിന്റെ പൈസ മാത്രമാണ് മറ്റേ 100 സംതിങ് അല്ലേ? നടന്നു കയറുന്ന രീതി കൂടെ കയറി മരിക്കും. ഓ വേറെ വീട്ടിലേക്ക് ആയിരിക്കും. പിന്നെ അവിടെ വേറെ ഉണ്ട്. അത് പഴയതാണോ? ഓ ശരി. അവിടെ പിടിക്കില്ല, ഡോർ ഓപ്പൺ ഞാൻ പിടിക്കും. ഇവിടെ പിടിക്കണ്ടേ? ചേട്ടന്മാര് നൈസായിട്ട് എനിക്ക് തിരക്കില്ല. വീടാൻ ഞാൻ തയ്യാറല്ല. കാരണം വീട് കഴിഞ്ഞാല് ജഡായു നമ്മളെ രക്ഷിക്കില്ല, എനിക്കറിയാം. ഈ കാണുന്നതാണ് ജഡായു. കുഴപ്പം പരിപാടിന് ഡീജെ ഉണ്ടാവാറ് കിട്ടും. ഡീജെ പക്ഷെ വൈകുന്നേരമാണോ അതൊരു കാത്തിരിക്കാൻ പറ്റില്ല. നമുക്ക് കന്യാകുമാരി പിടിക്കേണ്ടതാണ്. കഴിഞ്ഞ വിഷമം സംഭവം 295 പിന്നെ എത്രയാ 350 60 അങ്ങാണ്ട്. ആര് എൻ്റെ കയ്യിലുണ്ടായില്ല. കൊച്ചിനെ കാണാല്ല കേട്ടോ. ആശുപത്രിയിൽ മറന്നു വെച്ചിട്ട് ടീം വയ്ക്കണം. നോക്കട്ടെ. അങ്ങനെ ലൂക്കാച്ചിനെ കണ്ടുകിട്ടിരിക്കുകയാണ്. ലൂക്കാച്ചിന് ചെറുകുമ കാരണം താല്പര്യം. ജഡായിൻ്റെ ചെറുകുമ അപ്പം ചേച്ചിമാർ വിസിലടിച്ച് കൊടുക്കും. പി 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 എന്ന് പറഞ്ഞിട്ട് ചെറുകുമ കയറുന്നത് ചേച്ചിമാർക്ക് ഇഷ്ടമല്ല. ഇവിടെ 2 ഇടവും നോക്കാം. ജഡായുവിൻ്റെ രൂപത്തിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമാണത്. തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വട്ടെങ്കിലും സന്ദർശിക്കേണ്ട നല്ലൊരു സ്ഥലമാണിത്. നല്ലൊരു പ്രൊജക്റ്റാണിത്. പ്രദേശം പോലെ തന്നെ എഴുതി വെച്ചത് എന്തൊക്കെ പരിപാടി മനസ്സിലുള്ള എല്ലായിടത്തും അടച്ചിട്ടേക്കാം. ഓരോ സമയമുണ്ടെന്നുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ്. ഇവിടെ ഹെവി പരിപാടി, സൂപ്പർ പ്രോഗ്രാംസ്. പക്ഷേ അതിൻ്റെ പരിപാടി സെറ്റല്ലേ? ഇഷ്ടമായാ? തോൽപ്പിക്ക് ഇഷ്ടമായാ? ജഡായു ഇഷ്ടമായില്ല മലയാളിക്ക്. പോരാന്ന് പറയണേ ജഡായു. അതെ ഇവിടെ ഡി ജെ നടക്കാറ്. കരിയിട്ട് ഈ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കി ഉണ്ട് ഇവരുടെ ജഡാവിൻ്റെ. ഇവിടെ ഡി ജെ വൈകുന്നേരം സ്പെഷ്യൽ ഡേയ്സ് ഉള്ളി ഐ തിങ്ക്. സംഭവം പൊളി. ഓക്കെ, നല്ല ഇരിപ്പിടം, നല്ല സ്റ്റേജ്. പരിപാടി രസമുണ്ട് കേട്ടോ. പക്ഷെ വന്ന സമയം ഇച്ചിരി മാറി. നല്ല വെയിലില്ല എന്നുണ്ടെങ്കിൽ രസമായേനെ. കൊച്ചിനല്ലേ ഓർഡർ? രക്ഷയില്ലട്ടോ. ഇത് കേരളത്തിലായതുകൊണ്ട് അങ്ങനെ വലിയ എക്സാജറേറ്റ് ആയിട്ട് തോന്നണില്ല. എല്ലാത്തിനും നല്ല പൈസ കൊല പിടിക്കും. 40 രൂപ ലൈം ജ്യൂസ്. ഒക്കെ ബിസിനസ് ഇതിൻ്റെ പരിപാടി സത്യം പറഞ്ഞാൽ അറിയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പ്രൈവറ്റ് സെക്ടർ ടീമിന് ഇത് കൊടുത്തണ പോലെ തോന്നണം. ദൈവത്തിനെ വെച്ചിട്ട് കാശ് കുറേ ഉണ്ടാക്കേണ്ടി വരും.
ഇതിലെ കാണിക്കട്ടെ. നമ്മളെ പോലുള്ള മണ്ടന്മാരുള്ളതുകൊണ്ടുള്ള അവരൊക്കെ നിരന്ന് പോണേ. ബാക്കിൽ സപ്പോർട്ടിങ് മ്യൂസിക്കൊക്കെ വെച്ചിട്ടുണ്ടാ. അത് കൊള്ളാം. എന്തായാലും ബിസിനസ്സിൻ്റെ സിറ്റി അവിടെ ചെരുപ്പ് ഇടണം. അതിന് 10 രൂപ ഉണ്ട്. വിസിലടിക്കാം, കാശ് കൊടുക്കണം. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച കാര്യം മലയാളികളല്ല കൂടുതലും ടൂറിസ്റ്റുകൾ. നോർത്ത് ഇന്ത്യൻസ്, തമിഴ്, കർണാടക അവരുടെ എന്തൊരു സ്പെഷ്യൽ ഏരിയയാണത്. നമുക്കിതിനെ പറ്റിയില്ല ധാരണ അറിവില്ല, ഞാൻ അറിയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം അത് കാരണം അവരാണ് കൂടുതലുള്ളത്. മലയാളികൾ ഇവിടുത്തെ ഈ അതോറിറ്റി ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയെന്ന് തോന്നാം. അല്ല കേട്ടോ, അടുത്ത വണ്ടി വരും, അതുപോലെ വെയിറ്റ് ചെയ്യാം. ഗൾഫ് വെയിറ്റ് ശരിയാണ്. അമ്മച്ചി സയൻസ് പഠിച്ചു തുടങ്ങിട്ടാ, ഭക്തിമാർഗം കൊണ്ട് സയൻസ് പഠിച്ചു തുടങ്ങി. വെയിറ്റ് ശരിയാവില്ല. അതുകൊണ്ട് കുഴപ്പം ആദ്യത്തെ ഡിസൈൻ ചെയ്യുന്ന ഒരു ഫോട്ടോ വരാ. ഇവിടെ നിന്നോളാൻ ഇതെന്താ ബസ് ട്രാൻസ്പോർട്ട് ഇരിക്കും. വീഴുന്ന ഭവ്യ ശരിയാണ്. ശരിയായിരുന്നാണോ അതിങ്ങനെ കാണുമോ നമ്മളെ? വീടില്ലടാ. ചെക്കൻ്റെ മുട്ടിക്ക് നീര് വെച്ചേ. നീ പോരെ നോക്കടാ. നിന്റെ പോലത്തെ കുറുമ്പികളുടെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. ഇതിലാകൊരു ബെനിഫിറ്റ് ഉള്ളത് നമുക്ക് കുറേ സമയം ലാഭം കിട്ടിയെന്നുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ വന്ന് പ്രതീക്ഷിക്കാണ്ടാണ് ഇവിടെ വന്നത്. നമ്മളിവിടെ കയറാൻ പ്ലാൻ ചെയ്ത് വന്നല്ല, പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ കയറിയാണ്. പക്ഷേ രാവിലെ ആയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. ഇപ്പോഴത്തെ തിരക്കുണ്ട്, ഒരു രക്ഷയില്ല, ഹൈ തിരക്കാണ്. അത് ഇവർ ഒരു 5 മണിയായാലും 6 മണിയായാലും ഇറങ്ങാൻ വഴിയില്ല. സെറ്റപ്പാണ്. സിവിക് സെൻസ് എന്ന് പറഞ്ഞ സാധനമില്ലേ, അതിൻ്റെ ഉത്തമ പര്യായമാണ് കണ്ടത്. നടവഴിയിൽ കുത്തിയിരിക്കാനാ വാട്ടാട്ട്, ആർക്കും പോകാൻ പറ്റുന്നുണ്ട്. ഹിന്ദിയിൽ പറയുകയും ചെയ്യണം, സീറ്റുമ്പോൾ പോയിട്ടോ ഇതിലൊക്കെ ആവട്ടെ.